മനുഷ്യരെ, നിങ്ങൾക്ക് എന്റെ വന്ദനം. ഒരിക്കൽ ഒരു കൊച്ചുമോൻ തന്റെ വലിപ്പച്ചനോട് ചോദിച്ചു, ആകാശത്തോട് പറക്കുന്ന വിമാനത്തിൽ താഴെ നിൽക്കുന്ന മനുഷ്യർ എങ്ങനെ കയറും? വലിപ്പച്ചൻ പറഞ്ഞു, ആളുകളെ മുകളിലേക്ക് കൊണ്ടുപോകാൻ വിമാനം താഴേക്ക് വരുമെന്ന്. അതെ, മണ്ണിൽ അലിയുന്ന മനുഷ്യരെ വിണ്ണിലേക്ക് ഉയർത്താൻ ദൈവം തന്നെ മണ്ണിലേക്ക് വന്നതിന്റെ കഥയാണ് ക്രിസ്തുമസ് എന്ന് വിശുദ്ധ അത്തനേഷ്യസ് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, മനുഷ്യരായ നമ്മെ രക്ഷിക്കാൻ, വീണ്ടെടുക്കാൻ, ദൈവ മക്കളാക്കാൻ, സ്വർഗം വിട്ട് ഭൂമിയിൽ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ദൈവം മനുഷ്യനായി ഒരു ശിശുവായി അവതരിച്ചതിന്റെ മഹനീയ ഓർമ്മ ക്രിസ്തുമസ്. സന്മനസ്സുള്ളവരാകണം എന്നത് തന്നെയാണ് ക്രിസ്തുമസ് നൽകുന്ന പ്രഥമ ചിന്ത. ക്രിസ്തുവിനെ മനസ്സുള്ളവരാകണം, എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാകണം എന്നത് തന്നെയാണ് ഇതിന്റെ അർത്ഥമെന്ന് ഫ്രാൻസിസ് പാപ്പായും പറഞ്ഞു വെക്കുന്നു. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഈശോയുടെ ജന്മമല്ലേ ക്രിസ്തുമസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവിടത്തേക്ക് പ്രകാശം വരുത്തിയ നക്ഷത്രവും സ്തുതി കീർത്തനങ്ങൾ ആലപിച്ച മാലാഖമാരും ഏറ്റവും പാവപ്പെട്ട ഇടയന്മാരും വിജ്ഞാനികളായ രാജാക്കന്മാരും മറ്റ് ജീവജാലങ്ങളും ഒരുപോലെ ഇടം കണ്ടെത്തിയ പുൽക്കൂട്ടിലാണ് ഈശോ ജനിച്ചത്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ ഈശോയെ പോലെ ഞാനെന്ന ഭാവം ഇല്ലാത്തവരാകണം, താഴ്ന്നു കൊടുക്കാൻ മനസ്സുള്ളവരാകണം. അവിടെ സമാധാനം ഉണ്ടാകൂ, സ്നേഹം ഉണ്ടാകൂ, ക്രിസ്തുവിന് ജനിക്കാനാകൂ. മനുഷ്യന്റെ സകല അഹന്തയും തന്റെ അത്ഭുതാഹമായ എളിമ കൊണ്ട് പരാജയപ്പെടുത്തുന്ന ദിനമാണ് ക്രിസ്തുമസ്. എന്നാൽ നമ്മുടെ പല ക്രിസ്തുമസും ക്രിസ്തുവില്ലാത്ത ആകാശമാകാറില്ലേ? ഇടം നൽകാതിരുന്ന സത്യ സൂക്ഷിപ്പക്കാരനെ പോലെയും ഹെറോദോസിനെ പോലെയും നമ്മുടെ ഹൃദയം കഠിനമാകാറില്ലേ? ഒരു കാര്യം നമുക്ക് ഓർക്കാം, ഈശോ നമ്മുടെ ഹൃദയമാകുന്ന സത്രം അന്വേഷിച്ചു വരും. അവിടം ഈശോയെ സ്വീകരിക്കാൻ, ഈശോയ്ക്ക് ഇടം നൽകാൻ ഒരുക്കി വയ്ക്കാം. നന്ദി. മേരി ക്രിസ്തുമസ്.